ഹായ്, നമുക്ക് പഠിക്കാനുള്ള ലെസൺസിൽ ചില ലെസൺസിന് ടൈറ്റിൽ വളരെ സിഗ്നിഫിക്കന്റ് ആണ് ആൻഡ് അത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. സോ അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുന്നത്തെ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ലെസൺസിന്റെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് മിസ് കാണിച്ചു തരാം. സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ ലെസന്റെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിന്റെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ആണ് കേട്ടോ. നമുക്കറിയാലോ ആ മാച്ച് ബോക്സ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അവളുടെ ആ ഒരു ലൈഫിനെയാണ് അല്ലെ, നൊമിതയുടെ ലൈഫിനെയാണ് അല്ലെങ്കിൽ നൊമിതനെ തന്നെയാണ്. ദ ടൈറ്റിൽ ഇസ് എ പവർഫുൾ മെറ്റഫർ. നിങ്ങൾ കണ്ടോ, ഇതാ ഈ മെറ്റഫർ എന്നുള്ള പറയുന്ന വേർഡൊക്കെ കണ്ടോ? അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആൻസർ ഷീറ്റ് കാണുന്ന സമയത്ത് നോക്കുന്ന ടീച്ചർക്ക് ഒരു ഇംപ്രഷൻ വരും. ഓക്കെ, സോ ഇറ്റ് ഈസ് എ പവർഫുൾ മെറ്റഫർ ഫോർ വിമൻ ലൈക്ക് ദ പ്രൊട്ടാഗണിസ്റ്റ് നൊമിത. A matchbox looks small, harmless and stays quietly in a corner. അല്ലെ, ഒരു മാച്ച് ബോക്സ് അധികം ആരും എടുക്കാത്ത സമയത്ത്, ഉപയോഗിക്കാത്ത സമയത്ത് ഒരു മൂലക്കിൽ വെറുതെ ഇരിക്കുന്ന സാധനമാണ്. Yet it contains the potential to start a massive fire. പക്ഷെ എന്താണ്, പെട്ടെന്ന് ഒരു വലിയൊരു തീ ഉണ്ടാക്കാനുള്ള ഒരു പവർ ആർക്കുണ്ട്? ഒരു തീപ്പെട്ടിക്കുണ്ട്. Similarly, Nomita appears to be a typical submissive housewife in a large joint family. വലിയൊരു ഫാമിലിയിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് നൊമിതനെ നമുക്ക് ആദ്യം തോന്നുന്നത്. But she carries a hidden fire of self-respect. പക്ഷെ അവളുടെ ഉള്ളിൽ എന്താണ്? സെൽഫ് റെസ്പെക്ടിന്റെ ഒരു ഹിഡൻ ഫയർ ഉണ്ടെന്നാണ് പറയുന്നത്. When her husband Ajit repeatedly insults her privacy by reading her mail, she explodes in anger. അല്ലെ, അവളുടെ ഹസ്ബൻഡ് അവൾക്ക് വരുന്ന കത്തുകള് വായിക്കുന്നു എന്ന് അവൾ അറിഞ്ഞ സമയത്ത് അവൾ എന്ത് ചെയ്യാണ്? അത്രയും കാലം ഒരു തീപ്പെട്ടി പോലെ മൂലക്കിരുന്ന ആള് പെട്ടെന്ന് കത്തുകയാണ് ചെയ്യുന്നത്. അല്ലെ, the title suggests that even the most quiet looking person has a limit to their patience. So ഇതാണ് ആ ലെസന്റെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഹൊരഗല്ലു. അല്ലെ, ഹൊരഗല്ലു എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ആ മീനിങ് എന്താണ്? നമ്മൾ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കുന്ന ഒരു അത്താണി എന്നുള്ളതാണ്. അല്ലെ, സോ അങ്ങനെയുള്ള പീപ്പിൾ നമുക്ക് നമ്മുടെ ലൈഫിൽ വരുന്നുണ്ട്. അവരാണ് ആ ഹൊരഗല്ലു. അല്ലെ, ആ ഒരു മെറ്റഫർ അല്ലെങ്കിൽ ആ ഹൊരഗല്ലു റെപ്രസെന്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആൾക്കാരെയാണ്. ഹൊരഗല്ലു ഇസ് എ ട്രഡീഷണൽ സ്റ്റോൺ ബെഞ്ച്. സോ നിങ്ങൾ അത് ചോദിക്കുമ്പോൾ ഹൊരഗല്ലുവിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ആ പറയുന്ന ആ സ്റ്റോൺ ബെഞ്ചിന്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. സോ ഇറ്റ് ഇസ് എ ട്രഡീഷണൽ സ്റ്റോൺ ബെഞ്ച് ഫൗണ്ട് അണ്ടർ ട്രീസ് ഇൻ റൂറൽ ഇന്ത്യ, ഡിസൈൻഡ് ഫോർ ട്രാവലേഴ്സ് ടു സിറ്റ് ആൻഡ് റെസ്റ്റ് ദെയർ ഹെവി ബേർഡൻസ്. അതാണ് മെയിൻ കാര്യം. ഇൻ ദിസ് ലെസൺ സുധാമൂർത്തി യൂസസ് ഇറ്റ് ആസ് എ സിമ്പിൾ ഓഫ് എന്തിന്റെ സിമ്പിൾ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്? സോഷ്യൽ സപ്പോർട്ട് ആൻഡ് എംപതി. ഓക്കെ, ഇനി ഈ ലെസൺസിന്റെ ഒക്കെ തീമായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് പറയാട്ടോ. തീം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് എഴുതി വെക്കാം. Then, just as the physical stone bench supports the traveler's luggage, people like the author's grandfather and her colleague Ratna act as human horigallus. അല്ലെ, അപ്പൊ എങ്ങനെയാണോ ഭാരം ഇറക്കി വെക്കാൻ ആൾക്കാരെ ഹൊരഗല്ലു ഹെൽപ്പ് ചെയ്യുന്നത്, അതുപോലെയാണ് ഇത്തരത്തിലുള്ള മനുഷ്യർ രത്നേനെയും അവളുടെ അല്ലെ നമ്മുടെ ഓദറിന്റെ ഗ്രാൻഡ് ഫാദറിനെ പോലെയുള്ള ആൾക്കാർ അങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. They don't solve everyone's problems. എല്ലാവരുടെയും പ്രോബ്ലം അവർ സോൾവ് ചെയ്യുന്നില്ല. But they offer a patient ear, allowing others to unburden their minds and find the strength to continue their journey. അല്ലെ, അപ്പൊ ഒരു ശക്തിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ടാണ് ആര് മാറുന്നത്? ഹൊരഗല്ലു. അത് നിങ്ങൾക്ക് അവിടെ എഴുതാം കേട്ടോ. ഇനി നെക്സ്റ്റ് മെൻഡിങ് വാൾ ആണ് റോബർട്ട് ഫ്രോസ്റ്റിന്റെ. അല്ലെ, സോ ആ മെൻഡിങ് വാൾ എന്നുള്ള ആ ഒരു ടൈറ്റിൽ എന്തിനാണ് സൂചിപ്പിക്കുന്നത് നോക്കാം. ദ ടൈറ്റിൽ റെഫേഴ്സ് ടു, നിങ്ങൾ ഈ ലാംഗ്വേജ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. Title refers to the annual spring ritual where two neighbors meet to repair the stone wall and separate their farms. അപ്പം അതെന്താണ് ശരിക്കും? ഏറ്റവും എന്താ പറയാ, ലിറ്ററലി പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? രണ്ടാൾക്കാർ വന്നിട്ട് മതിൽ നന്നാക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലെ, പക്ഷെ അതിന്റെ ഡീപ്പർ മീനിങ് വേറെയാണ്. ഓൺ ദ സർഫസ് ഇറ്റ് ഇസ് എ ഫിസിക്കൽ ആക്ട് ഓഫ് മെൻഡിങ്. വെറുതെ നോക്കുമ്പം അത് നന്നാക്കുക എന്നുള്ള ഒറ്റ പരിപാടി മാത്രമേ ഉള്ളൂ. ബട്ട് മെറ്റഫറിക്കലി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മെറ്റഫർ എന്നുള്ള വേർഡ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തോളൂ കേട്ടോ. ബട്ട് മെറ്റഫറിക്കലി ഇറ്റ് എക്സ്പ്ലോർസ് ദ ബാരിയേഴ്സ് ഹ്യൂമൻ ബിൽഡ് ബിറ്റ്വീൻ ദംസെൽസ്. ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിയേറ്റ് ചെയ്യുന്ന ബാരിയറിനെയാണ് അവിടെ കാണിക്കുന്നത്. ദ മെൻഡിങ് ഇസ് ഐറോണിക് ബിക്കോസ് ദ ആക്ട് ഓഫ് റിപ്പയറിംഗ് ദ വാൾ ഇസ് ദ ഓൺലി ടൈം ദ ടു നെയ്ബേഴ്സ് ആക്ച്വലി കം ടുഗെദർ. ഐറോണിക് ആണ്, കാരണം ആ മതിൽ നന്നാക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ഈ രണ്ട് നെയ്ബേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. ഇറ്റ് ഹൈലൈറ്റ്സ് ദ ക്ലാഷ് ബിറ്റ്വീൻ ടു മൈൻഡ് സെറ്റ്. അതേപോലെ തന്നെ രണ്ട് മൈൻഡ് സെറ്റ്, ഒന്നെന്താണ്, ഒന്നൊരു മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ആളുടേതും മറ്റേ ആള് കൺവെൻഷണൽ ആയിട്ട് അല്ലെ ട്രഡീഷണൽ ആയിട്ട് ചിന്തിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ നെയ്ബർ എന്താണ്? ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്നുള്ള കാര്യം ട്രഡീഷണലി ഉള്ള ബിലീഫാണ് പുള്ളി പറയുന്നത്. പക്ഷെ റോബർട്ട് ഫ്രോസ്റ്റ് അവിടെ എന്താണ്? മോഡേൺ ആയിട്ട് ഇത് ഫെൻസസ് വേണോ എന്ന് ചോദിക്കുകയാണ്. അല്ലെ, സോ ദ സ്പീക്കർ ഹു ക്വസ്റ്റ്യൻസ് ദ നീഡ് ഫോർ വാൾസ് ആൻഡ് ദ നെയ്ബർ ഹു ബിലീവ്സ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ആ മെൻഡിങ് വാളിന്റെ ടൈറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാം. നെക്സ്റ്റ് വണ് ഇതാണ് വളരെയധികം സാധ്യതയുള്ള ഒന്ന്, ദ അവർ ഓഫ് ട്രൂത്ത്, പെർസിവൽ വൈൽഡിന്റെ കേട്ടോ. സോ ദ അവർ ഓഫ് ട്രൂത്ത് റെഫേഴ്സ് ടു എ സ്പെസിഫിക് മൊമെന്റ് ഓഫ് ക്രൈസിസ്. അപ്പോൾ അതെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ദ മൊമെന്റ് ഓഫ് ക്രൈസിസ് വെർ എ പേഴ്സൺസ് ട്രൂ ക്യാരക്ടർ ഇസ് റിവീൽഡ്. ഒരാളുടെ യഥാർത്ഥത്തിലുള്ള ക്യാരക്ടർ റിവീൽഡ് ആവുന്ന ആ ഒരു മൊമെന്റിനെയാണ്
എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഫോർ റോബർട്ട് ബാൽവിൻ ദിസ് അറൈവ്സ് വെൻ ഹി ഈസ് ഓഫേർഡ് like 1 lakh bribe to tell a lie in court. അല്ലെ, അപ്പൊ കോർട്ടിൽ ഒരു നുണ പറയാൻ വേണ്ടിയിട്ട് ആ ബ്രൈബ് കൊടുക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ബാൾവിന്റെ ലൈഫിലെ അവർ ഓഫ് ട്രൂത്ത് വരുന്നത്. The title is significant because the truth being tested isn't just about the bank's collapse. So അതെങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് ആവുന്നത്? ട്രൂത്ത് ബീങ് ടെസ്റ്റഡ്, അല്ല സത്യത്തിനെ അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. Isn't just about the bank's collapse but the internal truth of ബോൾവിൻസ് ഫാമിലി. ആ ബാങ്കിന്റെ പതനം മാത്രമല്ല, ബോൾവിന്റെ ഫാമിലിനെ കൂടെ അവിടെ റിവീൽഡ് ആവുകയാണ് ചെയ്യുന്നത് അല്ലെ. അവരുടെ ഉള്ളിലിരിപ്പും കൂടെ അവിടെ ബോൾവിൻ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. While they claim to be virtuous, the moment money was involved, their greed was exposed. അവർ വളരെയധികം വെർച്വസ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് നമുക്ക് ആദ്യം തോന്നുന്നുണ്ടെങ്കിൽ പോലും പൈസ അവിടെ എപ്പോഴാണോ വരുന്നത് അപ്പൊ തൊട്ട് നമ്മൾ അവരുടെ ശരിക്കുള്ള ഫേസ്, റിയൽ ഫേസ് നമ്മൾ അറിയാനല്ലേ, അവർ എക്സ്പോസ്ഡ് ആവുകയാണ്. ഓൺലി ബോൾവിൻ സർവൈവ്സ് ദിസ് അവർ വിത്ത് ഹിസ് ഇന്റഗ്രിറ്റി ഇൻടാക്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ഓണസ്റ്റിനെ എന്താ പറയാ സ്ട്രോങ് ആയി പിടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം മാത്രം ആ ഒരു അവർ ഓഫ് ട്രൂത്ത് അല്ലെങ്കിൽ ആ ഒരു ജഡ്ജ്മെന്റിന്റെ സമയത്ത് he saves himself from being unjust എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. Then next post early for Christmas. TB Morris എഴുതിയിട്ടുള്ള post early for Christmas ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ this title sounds like a simple public announcement or a friendly reminder to avoid a holiday rush at the post office. അല്ലെ, അപ്പം പോസ്റ്റ് ഓഫീസിൽ തിരക്കൊഴിയാൻ പറയുന്ന ഒരു പബ്ലിക് അനൗൺസ്മെന്റ് പോലെയാണ് തോന്നുക. However, it serves as the catalyst of a comic misunderstanding. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ എന്താ പറയാ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യുന്നു, അതിന് സ്പീഡ് കൂട്ടുന്ന ഒരു സംഗതിയായിട്ട് മാറുന്നുള്ളൂ അല്ലെ. ബിക്കോസ് പീപ്പിൾ ആർ റഷിംഗ് ടു പോസ്റ്റ് ഗിഫ്റ്റ്സ്, എ ടിക്കിംഗ് സൗണ്ട് ഇൻ എ പാർസൽ ഇസ് ഇമ്മീഡിയറ്റ്ലി സസ്പെക്ടഡ് ടു ബി എ ടൈം ബോംബ് ബൈ ദ പാരനോയിഡ് ക്യാരക്ടേഴ്സ് അല്ലെ. ആ ടൈം ബോംബിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. സോ ആൾക്കാർ അവിടെ നിന്ന് പാനിക് ആവുകയാണ് ചെയ്യുന്നത്. ദ ടൈറ്റിൽ ironically points out how a mundane festive rush can turn into a hilarious bomb scare due to suspicion and lack of common sense. So common sense ഇല്ലാതെയാവുന്ന സമയത്ത് ഒരു സൂചി തിരിയുന്നത് സൗണ്ട് പോലും ഒരു ടൈം ബോംബായിട്ട് തോന്നുകയാണ് ചെയ്യുന്നത് കേട്ടോ. സോ അതാണ് അതിന്റെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും പോയിന്റ്സ് എഴുതി വെക്കുക. ഇനി ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്രൈം ആൻഡ് പണിഷ്മെന്റ് ആണ് കേട്ടോ. ഇതിന്റെയും ടൈറ്റിൽ വളരെയധികം സിഗ്നിഫിക്കന്റ് ആണ് അല്ലേ. ദ ടൈറ്റിൽ ഇസ് സാറ്ററിക്കൽ ടേക്ക് ഓൺ ഡസ്റ്റോവ്സ്കീസ് ഫേമസ് നോവൽ. ഡസ്റ്റോവ്സ്കിന്റെ ശരിക്കും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ് ഈ പറയുന്ന ക്രൈം ആൻഡ് പണിഷ്മെന്റ് കേട്ടോ. സോ അതിന്റെ ഒരു ഇൻസ്പയർ അല്ലെങ്കിൽ ആ ടൈറ്റിൽ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ്. ഇൻ ദിസ് സ്റ്റോറി ദ ക്രൈം ഇസ് എ സ്മോൾ ആക്ട് ഓഫ് ഫിസിക്കൽ ഡിസിപ്ലിൻ അല്ലെ. ചെറിയൊരു അടി അതാണ് അതാണ് അവരുടെ ഒരു ക്രൈം എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ടീച്ചർ കൊടുക്കുന്ന ചെറിയൊരു അടിയാണ് അവിടുത്തെ മെയിൻ ക്രൈം. A teacher slapping a mischievous pampered student. The punishment, പക്ഷെ അയാൾക്ക് അതിന് നേരിടേണ്ടി വരുന്ന പണിഷ്മെന്റ് എന്താണ്? However is reversed അല്ലെ. ആ കുട്ടിക്കല്ല ശരിക്കും പണിഷ്മെന്റ് കിട്ടുന്നത്. പണിഷ്മെന്റ് ആർക്കാ കിട്ടുന്നത്? ടീച്ചറിനാണല്ലേ. ഇമോഷണൽ പണിഷ്മെന്റ് ആണ് അവിടെ കിട്ടുന്നത്. Instead of the boy being punished, the teacher is punished by being forced to play with the boy and follow his whims to prevent the boy from telling his parents about the slap. ആ അടി കിട്ടിയത് കുട്ടി പേരൻസിന്റെ അടുത്ത് പറയാതിരിക്കാൻ വേണ്ടി അല്ലെ. അവിടെ ക്രൈം ചെയ്യുന്നതും അതിനുള്ള പണിഷ്മെന്റ് കിട്ടുന്നതും ആർക്ക് തന്നെയാണ്? ആ മാസ്റ്റർക്ക് തന്നെയാണ് അല്ലെ. It highlights the irony of modern parenting and the shift in authority from teacher to student. സോ മോഡേൺ പാരന്റിംഗിലുള്ള ആ ഒരു ഐറണിയും അതുപോലെ തന്നെ സ്റ്റുഡന്റിൽ നിന്നും ടീച്ചറിലേക്കുള്ള ടീച്ചറിൽ നിന്നും സ്റ്റുഡന്റിലേക്കുള്ള അതോറിറ്റിന്റെ ഷിഫ്റ്റുമാണ് ഇതിന്റെ ഒരു ടൈറ്റിലിനകത്ത് മെയിനായിട്ട് ഈ ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്നുള്ള അതിനോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടൈറ്റിൽ സിഗ്നിഫിക്കൻസസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഐ ഹോപ്പ് ദിസ് വുഡ് ഹെൽപ്പ് യു ഫോർ യുവർ എക്സാംസ്. അപ്പം ഓൾ ദി ബെസ്റ്റ്.